ഹലോ ഗൈസ്, ഇപ്പം നടക്കുന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇത് ഭയങ്കരമായ റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. കാരണം ഇതിൽ ആ വീഡിയോയിൽ, അതായത് ഈ കുറ്റം ചെയ്ത സ്ത്രീയാണല്ലോ, അതായത് വ്യാജമായ ഒരു വാർത്ത ഇറക്കിയത് ആളാണല്ലോ കുറ്റക്കാരൻ. അപ്പോൾ അവരുടെ ഫോട്ടോസോ വീഡിയോസോ സൈഡിൽ കാണിക്കാനോ, അല്ലെങ്കിൽ ഈ തെറ്റായ ഒരു ആരോപണത്തിൻ്റെ പേരിൽ സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടേണ്ടി വന്നൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ കാണിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ സെയിം വാചകം തന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. അതായത് വേറൊന്നല്ല, നിസ്സാരമായൊരു റീലുണ്ട് റീച്ചിന് വേണ്ടി, അതായത് കുറച്ച് ഫോളോവേഴ്സ് കിട്ടും, അതിൽ കൂടുതൽ ലൈക്ക് കിട്ടും. അങ്ങനെ ജസ്റ്റ് ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വ്യാജമായ വാർത്തകൾ അടിച്ചിറക്കുമ്പോൾ, അതായത് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ്, ഇപ്പോൾ ഈ അടുത്ത് 2 വീഡിയോ അതുപോലെ വൈറലായി. ഒരാൾ ഫേസ് ബ്ലർ ചെയ്തിട്ടായിരുന്നു, അതിനെ സംബന്ധിച്ച് ആൾ പിന്നെ 2 വീഡിയോസ് ഇട്ടായിരുന്നു. അതൊക്കെ ഞാൻ അവരുടെ പേജിൽ തന്നെ പോയി കാണുകയൊക്കെ ചെയ്തായിരുന്നു, അതായത് അവരുടെ അക്കൗണ്ടിൽ പോയി കാണുകയൊക്കെ ചെയ്തായിരുന്നു. ആ ഒരു വിഷയത്തിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല. പക്ഷേ രണ്ടാമത് ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോ കാരണം പാവപ്പെട്ട ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു. അത് നമ്മളെല്ലാവരും അറിഞ്ഞത്. ഇപ്പോൾ ഭയങ്കര വലിയ ചർച്ചാ വിഷയമായിട്ട് പോകുന്നുണ്ട്. കഷ്ടം തോന്നണോ അവരുടെ ഓരോരുത്തരുടെ കരച്ചിലാണ്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുറച്ച് പേര് കാരണം ശരിക്കും യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടത് ഈ ഒരു ചേട്ടൻ മാത്രമല്ല. ഇനി അങ്ങോട്ട് ഈ ബസ്സിലായിക്കോട്ടെ, ട്രെയിനിലായിക്കോട്ടെ, എവിടെ വെച്ചായിക്കോട്ടെ, ഈ സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വരുന്ന ഒരുപറ്റം സ്ത്രീകളുടെ ശബ്ദവും കൂടിയാണ് ഇതിന് ഇരയാവണത്. ഇനി എങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ ശരിക്കും ഒരു സംഭവം നടന്നാൽ പോലും ആരും വിശ്വസിക്കും. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 2 പേരെന്തോ പെൺകുട്ടികൾ, 2 പേരുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റിലിരിക്കുക, ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ, ഒരു കാർന്നവരാണെന്ന് തോന്നുന്നത് അയാൾ, അതും ഫേസ് ബ്ലറായിരുന്നു. അയാൾ കൈ ഇങ്ങനെ ബാക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഓരോരോ ആംഗ്യങ്ങൾ, ഗോഷ്ഠികൾ കാണിക്കണം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവൻ്റെ വിരലൊക്കെ ചവിട്ടി ഒടിക്കാൻ തോന്നും നമുക്ക്, അല്ലേ? അതേപോലെ തന്നെ ഞാൻ കണ്ടതാണ് ഒരു കുട്ടിയുടെ ടീഷർട്ടിൻ്റെ ഉള്ളിൽ വരെ കൈയിട്ട് പിടിക്കണ വീഡിയോ. അതൊക്കെ ശരിക്കും. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ വെച്ചിട്ട് ഓരോരുത്തരെ തല്ലാണത് റിയാക്ട് ചെയ്യണം. നല്ല വീഡിയോസും. ഒരു ചേച്ചി ഒരുത്തൻ്റെ കവളടിച്ച് നല്ലൊരു അടി കൊടുത്തല്ലോ, കുട്ടിയുടെ പെങ്ങളെ ആരെയോ ഇങ്ങനെ ചെയ്തതിന്. അപ്പോൾ ബാക്കി ചുറ്റും കുറേ പേര് ഡമ്മികളെപ്പോലെ ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ നടന്ന സംഭവങ്ങൾ. അതല്ലാതെ ഇപ്പോൾ ഈ ലാസ്റ്റായിട്ട് നടന്ന വീഡിയോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അത് എന്താടാ അത് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ നോക്ക്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഏതാണ്ടും സെൽഫി എടുക്കണ പോലെ ചിരിച്ചൊക്കെ നിന്നിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തേക്കണം. സത്യം പറഞ്ഞാൽ നഷ്ടം ആ കുടുംബത്തിനായിപ്പോയി, അല്ലേ? പുള്ളിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ, ആ ഒരു കുറവ് അത് ആര് നികത്തും? ആര് സമാധാനം പറയും? അവരുടെ കൂട്ടുകാരുടെ തന്നെ കരച്ചിൽ കേൾക്കുമ്പോൾ ആർക്കത് സഹിക്കാൻ പറ്റണേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? നമ്മുടെ കേരളത്തിലാണ് ഇത് നടക്കണേന്ന് ഓർക്കുമ്പോഴാണ്, അല്ലേ, നമ്മൾ ഓരോ ദിവസം എണീക്കുമ്പോൾ കാണുന്ന ന്യൂസുകൾ, അവരെ തല്ലിക്കൊന്നു, ഇവരെ തല്ലിക്കൊന്നു, ഇവിടെ വ്യാജ ന്യൂസ്, ഇവർ മരിച്ചു, ആത്മഹത്യ. എന്താണിത്? കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഇത് ഒരു ഭ്രാന്താലയമായി പോകും. ഞാൻ പറയട്ടെ, നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മളൊക്കെ എത്ര കാലം ജീവിക്കുമെന്ന് അറിയില്ല. എന്ന് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിനി നാളെ ഉണ്ടാവുമെന്ന് എനിക്ക് പോലും ഉറപ്പില്ലാത്തൊരു കാലത്തിൻ്റെ അല്ല, അങ്ങനെയാണ് മനുഷ്യന്. ഇപ്പോൾ ഒരു അസുഖം വരാനാണെങ്കിലും, വെറുതെ കുഴഞ്ഞു വീണ് മരിക്കാനാണെങ്കിലും അതിന് പ്രായമൊന്നും ഇപ്പോൾ നിലവിലില്ല. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർ ഒരു രീതിക്ക് ഉപദ്രവിക്കാതെ ജീവിക്കാൻ നോക്ക്. ഈ നാടും നാട്ടുകാരും എല്ലാവരും നശിച്ച ഇങ്ങനെ ഇത്രയും വലിയ തെറ്റുകൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചോരയും നീരുള്ളൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പാകത്തിന് നമ്മൾ മാറിപ്പോയെങ്കിൽ, നമ്മൾ മലന്ന് കിടന്നിട്ട് സ്വന്തം മുഖത്ത് കാർക്കിച്ച് തുപ്പേണ്ട അവസ്ഥയിലേക്ക് അങ്ങനെ ചെയ്യും. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ശരിയാണ്. ഞാൻ ഈ ഒരു വിഷയത്തിനെ കുറിച്ചല്ലാതെ ഞാൻ കുറച്ചൊക്കെ സംസാരിച്ചോട്ടെ, വേറെ ഒന്നുമല്ല. ഒരിടയ്ക്ക് നമുക്കൊരു എൻ്റെ പേര് പെണ്ണെന്ന് പറഞ്ഞിട്ടൊരു പാട്ടിറങ്ങി. അപ്പോൾ അതിനെതിരെ ഒരുപാട് ട്രോളും കുറേ എതിരഭിപ്രായങ്ങളൊക്കെ വന്നൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ പോട്ടെ, ആ ഒരു പാട്ടൊക്കെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ അത് ഭയങ്കര സീരിയസ് ആയിട്ട് അതിൻ്റേതായ രീതിക്ക് കണ്ട ഒരാളാണ്. വേറെ ഒന്നുമല്ല, ആ പാട്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പല പെൺകുട്ടികളും പല പ്രായങ്ങളിലായിട്ട് ബസ്സിലൊക്കെ കിടന്ന് അനുഭവിക്കണ കാര്യങ്ങൾ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു കുഞ്ഞു പ്രശ്നം ഉണ്ടായാൽ പോലും, അതായത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് പേഴ്സണലി അറിയാവുന്നവരായാൽ പോലും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കിടക്കും. അതായത് ഓരോ പെൺകുട്ടികളായിക്കോട്ടെ, ഇപ്പോൾ പെൺകുട്ടി ആൺകുട്ടികളൊന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആരും ഇവിടെ സേഫല്ല, ഒരാളും സേഫല്ല. എത്ര പ്രകൃതി വിരുദ്ധ ഇതിന് സമ്മതിക്കാതിരുന്ന എത്ര കുട്ടികളെ കൊന്ന ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്കതങ്ങനെ ഉള്ളിൽ കിടക്കുക. നമ്മൾ കുറേ നാളത് നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ പറയും പണ്ട് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികം. എടാ ARM സിനിമ കണ്ടിട്ട് അതിൽ മറ്റേ ടൊവിനോൻ്റെ വൈഫിനെ ആ പോലീസുകാരൻ നിർബന്ധിച്ച് ഉപദ്രവിക്കുന്ന ഒരു സീനുണ്ട്, അതായത് ഉമ്മ വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്നിട്ടും സിനിമ കണ്ടിട്ടും അത് ഓർത്തോർത്ത് കരഞ്ഞ ഒരാളാണ് ഞാൻ. നമ്മളെ സംബന്ധിച്ച് വേറൊരാളുടെ കഥ കേൾക്കുമ്പോഴായാലും ഇപ്പോൾ പെൺകുട്ടികൾക്ക് അറിയാൻ പറ്റും, പെൺകുട്ടികളായിട്ട് ആൺകുട്ടികളായിട്ട് അറിയാൻ പറ്റും. അവരുടെ പെൺകുട്ടികളായിട്ടുള്ള കൂട്ടുകാർ തന്നെ പറയും നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് പറയാം, നമ്മളത് ഭയങ്കരമായിട്ട് ഇതാക്കും അല്ലേ, നമ്മുടെ തലയിലത് കിടക്കും. അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് പേടിയാവും, ബസ്സിൻ്റെ പുറകിലേക്ക് നീങ്ങിക്കാൻ പേടിയാവുന്ന ഒരു കാലഘട്ടമുണ്ട്. ശരിയാണ് ഇത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ തിരക്കുള്ള ആളുകൾ ഇറങ്ങണ സ്ഥലത്ത് തന്നെ പോയി നിന്നിട്ട് അന്ന് എന്നെ തൊട് എന്നുള്ള രീതിക്ക് വീഡിയോ എടുത്തേക്കണ പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്. സീരിയസ്ലി ഒരു 1 മില്യൺ 10 മില്യൺ ഒക്കെ പോട്ടെ എന്നുള്ള രീതിക്ക് ഇങ്ങോട്ട് നിൽക്കുകയാണ്. അത് അവരുടെ ഒരു പ്രശ്നം നടന്നു. നമുക്കത് ഒട്ടും അൺകംഫർട്ടബിൾ ആയിട്ട്, നമുക്ക് ഒട്ടും കംഫർട്ടബിളാത്തൊരു സ്ഥലത്ത് നമ്മളോട് അത്ര ഒരു മോശമായിട്ട് ഒരാൾ ബിഹേവ് ചെയ്തെങ്കിൽ നമുക്കങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരാതെ നിൽക്കാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല. ആ വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ളതൊന്നും കണ്ടില്ല. ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നിൽക്കണ പോലെ നിൽക്കണേ. അതിലെന്താണ് അതിൻ്റെ റിസൾട്ട് എന്തായി? നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഒരു വീഡിയോക്ക് തന്നെ നല്ല രീതിക്ക് റീച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഒരു കുടുംബത്തിന് ഒരു നല്ലൊരു മനുഷ്യനെ നഷ്ടപ്പെട്ടു. ഞാൻ പറയട്ടെ, അതിൽ ഓരോരുത്തരുടെ കണ്ണീരിനും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും, ഉറപ്പായിട്ടും കണക്ക് പറയേണ്ടി വരും. ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇറക്കാതിരിക്കുക. ഒരാളും ഇത് ശരിക്കും ഒരു സംഭവം, ഞാൻ അതാ പിന്നെയും പറഞ്ഞു, ശരിക്കും ഒരു സംഭവം നടന്നത് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. പുലി വന്നി എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞ് ലാസ്റ്റ് പുലി വരുമ്പോൾ ആരും നോക്കില്ലെന്ന് പറഞ്ഞ പോലെ ശരിക്കും ഒരു പെൺകുട്ടിക്ക് നാളെ, പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പുറത്തോട്ട് പറയാൻ പറ്റും? അവരെങ്ങനെ വീഡിയോ എടുക്കുക? എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനത്തുള്ള ഫേക്ക് ന്യൂസ് വരുമ്പോഴേക്കും നമുക്കതെങ്ങനെ കണ്ണടച്ച് തൊടാതെ വിഴുങ്ങി വിശ്വസിക്കാൻ പറ്റും? എനിവേ, നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അതിൻ്റേതായ ശിക്ഷ വാങ്ങി തരാനൊക്കെ ആരെങ്കിലും പ്രവർത്തിക്കട്ടെ, നിങ്ങൾക്ക് അതിൻ്റേതായ ശിക്ഷ കിട്ടട്ടെ. ഏത് വിധേനായാലും നിയമപരമായി കൊണ്ടായിക്കോട്ടെ, അതല്ലാതെ നമ്മൾ എപ്പോഴും പറയണമല്ലോ, മുകളിലേക്കുള്ള ഒരാൾ കാണണ്ടല്ലോ, ആ വഴി ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്തതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടട്ടെ. അതേപോലെ തന്നെ ആ പാവപ്പെട്ടൊരു മനുഷ്യൻ്റെയും അവരുടെ ആ പാവപ്പെട്ട കുടുംബത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാം സഹിക്കാനുള്ളൊരു മനഃശക്തി ദൈവം തരട്ടെ. ഇതിൽ ഈ വിഷയത്തിനെക്കുറിച്ച് എനിക്ക് വേറെ എന്താ സംസാരിക്കേണ്ടത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. എനിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി. എന്തെങ്കിലും ദയവ് ചെയ്ത് നിസാരമായൊരു റീച്ചിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കോണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളാവാൻ വേണ്ടിയിട്ട് ഇത്രയും മോശമായ വഴികൾ സ്വീകരിക്കാതിരിക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാതെ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കേസാണ് റിയാക്ഷൻ വീഡിയോ. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം തോന്നിയത്. സംസാരിച്ചില്ലെങ്കിൽ അതെനിക്ക് 2 ദിവസമായി ആലോചിക്കണം. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു തംബ്നെയിലൊക്കെ റെഡിയാക്കി വെച്ചു, വീഡിയോ നാളെ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ പറ്റിയില്ലെന്ന് വെച്ചാൽ വേണ്ട, ആ ഒരു ഇതിലേക്ക് പോയി. ഇന്നും സെയിം അത് തന്നെ ഞാൻ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ വിചാരിച്ച കാര്യമാണ്. അതിപ്പോൾ ഞാൻ വീഡിയോ പ്രസൻറ്റ് ചെയ്യുമ്പോഴേക്കും ആളുകൾക്കത് മനസ്സിലാവുമോ, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആവാതെ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അതിന് വലിയ ഡെക്കറേഷൻ്റെ ഭംഗിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ പറയാതെ പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കത് അറിയണമെന്ന് താല്പര്യമുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, ഈ ഒരു വിഷയത്തിനെ പല ആളുകളും എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.